ഈ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സൂപ്പർ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് പല പ്രമുഖ സ്ഥലങ്ങളിലെയും ബിരിയാണികളെ കുറിച്ചൊക്കെ പറയുന്ന ചില സുഹൃത്തുക്കളുണ്ട്. സ്ഥിരമായി ബിരിയാണി കഴിക്കുന്ന ചില സുഹൃത്തുക്കളുമുണ്ട്. പക്ഷേ അവർക്കൊക്കെ കുറച്ച് വിഷമം വരുന്ന ഒരു കാര്യം ഈ ബിരിയാണി മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. രുചിയുള്ള ബിരിയാണി കഴിക്കണമെങ്കിൽ ഇനി ചെലവേറും. 200 കടന്ന് കുതിച്ചുയരുകയാണ് കൈമ അരിയുടെ വില. കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസ് ബിരിയാണി കഴിക്കാൻ പോയിരുന്നു. അപ്പോൾ അരിവില കേട്ട് ഞെട്ടിയെന്നാണ് കേട്ടത്. ആ റിപ്പോർട്ട് ഒന്ന് കാണാം. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലൊക്കെ ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത് കൈമ അരിയാണ്. പക്ഷേ ഏതാനും മാസങ്ങളായിട്ട് പ്രത്യേകിച്ച് 2 മാസത്തിലേറെയായിട്ട് കൈമ അരിയുടെ വില വലിയ രീതിയിൽ കൂടുന്നുണ്ട്. പക്ഷേ ബിരിയാണിയുടെ വില ഹോട്ടലിൽ കൂടിയിട്ടില്ല. പക്ഷേ ഈ വില എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ ആകുമ്പം ബിരിയാണിക്ക് പേര് കേട്ട സ്ഥലമാണ്. കോഴിക്കോട്ടെ ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടി ദൂരെ നിന്ന് ആളുകൾ വരുന്നതാണ്. അപ്പോൾ കടകളിൽ ഈ കൈമരി തന്നെ നിർബന്ധമായി വാങ്ങി വെക്കേണ്ട ഒരു സാഹചര്യം കൂടെയുണ്ട്. പക്ഷേ ഇന്ന് എത്ര വില കൈമരിക്ക്? 210, 200. അത് വലിയങ്ങാടിയിൽ ഹോൾസെയിൽ വിലയാണല്ലോ. വലിയങ്ങാടി ഹോൾസെയിൽ റേറ്റ്. പുറമേ നിന്ന് വാങ്ങുമ്പോൾ ഒരു 225 കൊടുക്കേണ്ടി വരും. പക്ഷേ ക്വാളിറ്റി കുറഞ്ഞതുണ്ട്, വില കുറവുള്ളതുണ്ട്. ഏറ്റവും ക്വാളിറ്റിയുള്ള അരിയുടെ വിലയാണത്. ഏറ്റവും ക്വാളിറ്റി കൂടിയ കൈമ റൈസിനാണ് 200, 210 രൂപ വരുന്നത്. 2 മാസം മുൻപോ? 2 മാസം മുമ്പ് അത് 100 രൂപ, 120 രൂപ ആ റേറ്റിലായി. ഇരട്ടിലധികം അല്ലേ? ഇരട്ടിലധികം. എന്തുകൊണ്ടാണ് കൂടുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അവിടെ പാഡി ഷോർട്ടേജാണ് ബംഗാൾ. കഴിഞ്ഞ ഒരു പ്രളയം വന്നപ്പോൾ, കാലാവസ്ഥ വ്യതിയാനം, പ്രളയം വന്നപ്പോൾ ഒരുപാട് പാഡി നെല്ല് ഷോർട്ടായിപ്പോയി. സ്ഥിരം വാങ്ങുന്ന ആളുകളുണ്ടാവുമല്ലോ, അവരുടെ റിയാക്ഷനൊക്കെ എങ്ങനെ? വില കൂടി എന്ന് പറയുമ്പോൾ? വില കൂടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രയാസമുണ്ട്. അവർക്കും നല്ല പ്രയാസമുണ്ട്. ഹോട്ടലുകാർക്കും പ്രയാസമുണ്ട്, കാറ്ററിംഗുകാർക്ക് പ്രയാസമുണ്ട്, കച്ചവടക്കാർക്ക് പ്രയാസമുണ്ട്. മാരേജ് സീസണാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രയാസമുണ്ട്. ഇപ്പോൾ ഓണം വരെയാണ്. അപ്പോൾ ഹോട്ടലുകൾക്ക് വളരെയധികം പ്രയാസമുണ്ട്. ബസ്മതി അരി കൂടിയിട്ടില്ലല്ലോ? ഇല്ല. വേറെ ഒന്ന് കൈമ റൈസ് മാത്രം, അതിൻ്റെ പാഡ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അത് കുറഞ്ഞ മാസം കൊണ്ട് പുതിയ അറൈവൽസ് വരും, അപ്പോൾ റിവേഴ്സ് വരും. ഏതായാലും കുറച്ച് മാസത്തേക്കുള്ളൊരു വിലക്കയറ്റം മാത്രമായിരിക്കും. പക്ഷേ എന്നാലും കുഴിമന്തി കഴിക്കേണ്ടവർക്ക് അതിനുള്ള അരിയുണ്ട്, അതിന് വില കൂടിയിട്ടില്ല. ഫ്രൈഡ് റൈസിനുള്ള അരിയുടെ വില കൂടിയിട്ടില്ല. പക്ഷേ ബിരിയാണിയുടെ കൈമ റൈസിന് മാത്രമാണ് വില കൂടിയിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.